അപ്പോൾ ഈ തിരക്കിനിടയിൽ തിരിച്ച് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പിള്ളേർക്ക് വസ്ത്രം ഇടുമല്ലോ, അതുപോലെ നമ്മുടെ വാർത്താ സംഘങ്ങൾക്ക് എല്ലാവർക്കും ഒരു നിറം കൊടുത്തിട്ടുണ്ട്. ബോഷീർ ഉഷാറല്ലേ? ഗുഡ് മോർണിംഗ് സാർ. ഉഷാറാണ്. ഗുഡ് മോർണിംഗ്. മുമ്പോട്ടേക്ക് നമ്മുടെ ജയേഷ് പൂക്കോട്ടിലൂടെ. അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ സംഘങ്ങൾ. കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു നമ്മൾ പ്രൊഫഷണൽ കാഥികന്മാരാണ്. മറ്റേ വള്ളംകളി പ്രേമിയാണ്. സംശയമൊന്നുമില്ല. നമുക്കൊരു നാട് മുഴുവൻ നമ്മളോടൊപ്പം ഉണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വള്ളംകളിയുടെ ചൂട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ റിപ്പോർട്ടർ TV എത്തുകയാണ്. ഇത്രയും ആവേശം നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റും? ഇത്രയും നല്ല മനുഷ്യരെ അല്ലേ? അപ്പോൾ നിങ്ങൾ പൊളിച്ച മനുഷ്യരാണ്. അപ്പോൾ നമ്മൾ രാജാക്കയുടെ കടയിൽ വന്ന് ചായ കുടിച്ചപ്പോൾ ഇന്നലെ എന്തോരം മെസ്സേജ് ആയിരുന്നെന്നറിയോ? ഇത് രാജാക്കയുടെ കടയിൽ വന്ന് ചായ കുടിക്കുക. പ്രേക്ഷകരെ, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിലുണ്ടല്ലോ, ജീവിതത്തിലെ അധിക സമ്പാദ്യമൊന്നും കിട്ടി ഒരുപാട് നല്ല കെട്ടിടമൊന്നും വെക്കരുത്. ഇങ്ങനെ കുറച്ച് പൈസ മക്കളെയൊക്കെ കൂട്ടി ഇങ്ങോട്ട് വരിക, ഈ പുന്നമട കായലിൻ്റെ തീരത്ത് വരിക, പള്ളാത്തുരുത്തിയിൽ വന്ന് രാജാക്കയുടെ കടയിൽ നിന്ന് രാവിലെ ഒരു ചായയും പിന്നെ ഇച്ചിരി പൊറോട്ട, ഇത്തിരി ബീഫിൻ്റെ ചാറും കഴിക്കുക. ഇത് കറി വാങ്ങിച്ചോ, കുഴപ്പമില്ല. എന്നിട്ട് ഇതേപോലെ വള്ളംകളി ഇങ്ങനെ കാണുക അല്ലേ? ഒരു ചെറിയ വള്ളമൊക്കെ എടുത്ത് ഇനി ആദ്യം വലിയ ഹൗസ് ബോട്ടൊന്നും എടുക്കാൻ ശേഷിയില്ലെങ്കിൽ പോലും ചെറു വള്ളങ്ങളിലൊക്കെ പോയി ആ ഗാലറി ടിക്കറ്റ് എടുത്ത് ഇരുന്ന് കാണുക. അപ്പോൾ നമ്മളിവിടെ താരതമ്യേന വലിയൊരു ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കണം, മുന്നോട്ട് നീങ്ങിയാലോ? നമ്മുടെ നാട്ടുകാരെല്ലാവരും നമുക്കൊപ്പം ഉണ്ട്. നമ്മൾ ഒരുമിച്ച് നീങ്ങുകയാണ്. പ്രിയപ്പെട്ടവർ, നാടിന്റെ ആവേശമായി പള്ളാത്തുരുത്തി കപ്പടിക്കൂലേ? നാടിന്റെ ഒരു ആവേശമുണ്ട്. ഇവിടെ പ്രിയപ്പെട്ടവർ, ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? വള്ളംകളിയിൽ രാഷ്ട്രീയ കക്ഷി ഭേദമില്ല, മതഭേദമില്ല, ജാതി ഭേദമില്ല, സമുദായ ഭേദമില്ല, എന്തിന് സ്ത്രീ പുരുഷ ഭേദമില്ല. ഈ നാട്ടിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ വള്ളംകളിക്ക് ഒരൊറ്റ കാര്യമുള്ളൂ. രാജേക്ക ഗുഡ് മോർണിംഗ്. എവിടെയാണോ എന്തോ നമുക്കൊരു ചായ കിട്ടുമോ? അപ്പോൾ രാജയൊക്കെ രാവിലെ നല്ല ബീഫൊക്കെ കൊടുത്ത് ഇങ്ങനെ ഹാപ്പി ആകുന്നുണ്ട്. ആളുകൾ രാവിലെ തന്നെ കടയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂട് ചായ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പൊറോട്ട ഇറച്ചിയാൽ ഇന്നത്തെ നമ്മുടെ സംപ്രേഷണം ഇവിടെ ആക്കേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പൊറോട്ട ഇറച്ചി ഇവിടെ ഉണ്ട് സാർ. നമുക്ക് ഷോ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉറപ്പ് നൽകുന്നു. മുബഷർ വന്നപ്പോഴേ നോട്ട് ചെയ്തതാ, എഴുതിയതാ പൊറോട്ടയും പൊറോട്ട ഇറച്ചി. അപ്പം ഇവിടേക്ക് വരിക, നോക്കൂ. അതിനകത്ത് പൊറോട്ട മാത്രമല്ല കേട്ടോ, ഇതിനെ പൊറോട്ട മാത്രമായിട്ട് ചുരുക്കി കാണരുത്. വള്ളംകളി എന്നുള്ളതൊരു കേവലം വള്ളംകളിയല്ലെന്ന് പറയുന്നത് പോലെ പൊറോട്ട മാത്രമല്ല, ഇടിയപ്പമുണ്ട്, നല്ല പഴംപൊരിയുണ്ട്, നല്ല പുട്ടുണ്ട്, നല്ല അപ്പമുണ്ട് അല്ലേ? ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാം, ഇതൊക്കെ നമുക്ക് രുചിക്കുകയും ചെയ്യാം. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ ഒന്ന് തീർക്കാൻ. അപ്പോൾ ഒരുപാട് വിഭവങ്ങളുണ്ട്. വന്നാട്ടെ, ഉഷാറല്ലേ? അപ്പോൾ നമ്മളങ്ങനെ പൊളിക്കാൻ പോവാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ നമ്മൾ മുന്നോട്ട് നീങ്ങുന്നു. അപ്പോൾ നമ്മൾ പള്ളാത്തുരുത്തി ചായ കുടിക്കണം. ചായ ഇവിടെ ചേട്ടൻ അടിക്കുന്നുണ്ട്. ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അവിടെ സംഘാടക സമിതി തയ്യാറാണ്, കുറേ പരിപാടികളുണ്ട്. ഇന്ന് നമുക്ക് പള്ളാത്തുരുത്തിയിൽ ചെല്ലുന്ന സമയത്ത് കുറേ കലാപരിപാടി, നമ്മൾ അമൃത സുരേഷ് നമുക്കൊപ്പം അല്പസമയത്തിനുള്ളിൽ ചേരും. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ പാട്ട് നിങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? വള്ളംകളിക്ക് വേണ്ടി റിപ്പോർട്ടറിന്റെ ഗ്രാഫിക്സ് ടീം തയ്യാറാക്കിയ പാട്ടുണ്ട്. ആ പാട്ടിന് ശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ചായ അടിച്ചോട്ടെ രാജയ്ക്ക ചേട്ടൻ. ചായയും കൂടെ കുടിച്ച് നമ്മൾ അങ്ങോട്ട് തുടങ്ങുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പള്ളാത്തുരുത്തിയിൽ കന്നിട്ട ജെട്ടിയിൽ നിന്നും. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൂട് കാപ്പിയും വേണ്ട, ഇന്ന് ചൂട് ചായയും നല്ല ചൂട് വാർത്തയും വാർത്താവിശേഷങ്ങളുമായി കോഫി വിത്ത് അരുൺ.